ഈ ദിവസങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഗൃഹസന്ദർശന പരിപാടി തുടരുകയാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇന്നടക്കം എസ് കെ സജീഷൊക്കെ നിങ്ങളൊക്കെ ഈ ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വീടുകളിൽ പോയി സന്ദർശിച്ചും അവരോട് ആശയവിനിമയം നടത്തിയും സംസാരിച്ചും ഒക്കെ തന്നെ വന്നിട്ടായിരിക്കാം ഈ ചർച്ചയിലിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാര്യം, പക്ഷേ ഈ പ്രചാരണം, ഇത്തരം പുതിയ കാലത്തെ സാധ്യതകൾക്കനുസരിച്ചുള്ള പ്രചാരണം, അത് കുറേയെങ്കിലുമൊക്കെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കുന്നതിനോ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആ തെറ്റിദ്ധാരണ അടക്കം മാറ്റണം എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന് കൂടുതലായി വന്നുചേരുകയും സംഭവിച്ചിട്ടില്ലേ? അതൊരു റിയാലിറ്റി അല്ലേ സജീഷ്? തീർച്ചയായും ശ്രീ ശരത്ത്, അനുഭവങ്ങളിലൂടെ തന്നെ പറഞ്ഞാൽ ഇവരെന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ പരസ്യമായി പറയുന്നത് മാത്രമല്ല കേട്ടോ, അവർ പറയുന്നത് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് കേൾക്കാനും മറുപടി പറയാനും വേണ്ടി കഴിയും. വീടുകളിലേക്ക് നാം എത്തുമ്പോൾ കേൾക്കുന്നത് എന്തെല്ലാമാണ്? SIR പിണറായി വിജയൻ നടപ്പിലാക്കിയതാണ് എന്ന് വീടുകൾ കയറി പറയാൻ വേണ്ടി തയ്യാറായില്ലേ ഇവർ? വോട്ടർ പട്ടികയുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം പോലും പിണറായി വിജയനാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറയാൻ വേണ്ടി തയ്യാറായില്ലേ? അതല്ലേ ഇവർ പ്രചരിപ്പിച്ചത്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ അതേ സമയത്ത് തന്നെ ഈ SIR പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. ഇതെല്ലാം പൗരത്വ രജിസ്റ്റർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പിണറായി വിജയൻ കൂടി മുൻകൈയെടുത്ത് നടത്തുന്നതാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറായില്ലേ? അതെല്ലാം നമുക്കിപ്പോഴല്ലേ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം ഏതെല്ലാം രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനുഷ്യരുണ്ട്. അവരെല്ലാം ഇപ്പോൾ നല്ല തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരെയും എല്ലാ കാലത്തും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ചാളുകളെ കുറച്ചു കാലത്തേക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ പോലെ ആ തെറ്റിദ്ധാരണയെല്ലാം ഇപ്പോൾ നല്ലവണ്ണം മാറിയിട്ടുണ്ട്. മാറിയതെങ്ങനെയാണ്? അനുഭവങ്ങളിൽ നിന്നാണ്. ഇവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മറ്റത്തൂരിൽ അവിടെ കോൺഗ്രസ് കൈപ്പത്തിയിൽ ജയിച്ച 8 പേരങ്ങ് BJPക്ക് വേണ്ടി പോകുന്നു. അതുമാത്രമല്ല, ന്യൂനപക്ഷത്തെ സംരക്ഷിക്കും, പൗരത്വത്തിന് സംരക്ഷണമുണ്ടാകും, നിങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയും ഉറപ്പ് കൊടുക്കുന്ന ആരാ? കോൺഗ്രസ് ആണ്. അതേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ബുൾഡോസറുകൾ വന്ന് 3000-ഓളം മനുഷ്യനെ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ തന്നെ ആട്ടി ഓടിച്ചിട്ട് 1-ാം തീയതി പുനരധിവസിപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞത്. 1-ാം തീയതി കഴിഞ്ഞിട്ട് ഏറെ നാളായി, ഒരാളെപ്പോലും പുനരധിവസിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കാണേണ്ട കാഴ്ച എന്താണ്? ഇവിടെ ചില പ്രസ്താവനകൾ വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുസ്ലിം ലീഗിനെതിരായി സംസാരിച്ചാൽ അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി സംസാരിച്ചാൽ അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരാണ്. RSSനെതിരായി BJPക്കെതിരായി സംസാരിച്ചാൽ അത് ഹിന്ദു വിഭാഗത്തിനെതിരാണ്. ഈ രീതിയിൽ ചിത്രീകരിച്ച് പരസ്പരം ഈ മതനിരപേക്ഷ കേരളത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അനുഭവങ്ങളിലൂടെ കേരളം എങ്ങനെ ഈ രാജ്യത്ത് ഒരു കനൽ പോലെ പ്രകാശിച്ചു നിൽക്കുന്നു, മതനിരപേക്ഷതയുടെ ഒരു കനൽ പ്രകാശമായി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് നാം ചിന്തിക്കണ്ടേ? നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാൻ ഇവിടെ കഴിയുന്നില്ലേ? അത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം ഇല്ലാത്ത കോൺഗ്രസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം BJPക്ക് വഴിയൊരുക്കി കൊടുത്തതാണ് ഈ വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട്. ഇനിയെങ്കിലും മനസ്സുകളെ വിഭജിച്ച് അധികാരത്തിലേക്ക് വരാൻ ഈ ശ്രീ VD സതീശനും കൂട്ടരും ശ്രമിക്കരുത്. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വശത്ത് പ്രോത്സാഹിപ്പിക്കും, മറ്റൊരു വശത്ത് RSSൻ്റെയും BJPയുടെയും വോട്ട് വാങ്ങും. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ, കേരളീയ സമൂഹത്തെ നിങ്ങളുടെ അധികാര ധുരയ്ക്ക് മുമ്പിൽ പണയപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ VD സതീശനും കൂട്ടരും കേരളത്തിലെ UDF കേരളത്തിന്റെ മതനിരപേക്ഷത വെച്ച് ചൂത് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചൂതുകളിക്ക് കാഹളമൂതുന്ന കുറെ മാധ്യമങ്ങളും ഈ കേരളത്തിലുണ്ട്. പക്ഷേ മതനിരപേക്ഷ കേരളം ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ശരി.